ഫുൾ കോമഡി ആയിപ്പോയി. മറ്റേ മോദിജി അധികാരത്തിൽ വന്നപ്പം ഭയങ്കര ടെററാന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഫുൾ കോമഡി ആയി മാറിയില്ലേ, അതേപോലെ ആയിപ്പോയി പുള്ളിയുടെ അവസ്ഥ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെളിയിൽ വരിക, പൊളി. അങ്ങനെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, നാടൻ ബോംബ്, മെഷീൻ ഗണ്ണ്, പവനായി ശവമായി. വളരെ ശരിയാണ് കേട്ടോ. അതായത് വെറുതെ പവനായി ശവമാവാതെ അവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. അകത്ത് കയറി കളിക്കുന്ന കാര്യം ഇച്ചിരി പാടാ. നമുക്ക് പുറത്ത് വന്നിരുന്ന് ഇതേപോലെ വണ്ടിയിലേക്കകത്തൊക്കെ ഇരുന്ന് പിന്നെ എന്താ പറയുക വിമർശനം നടത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതാകുമ്പോൾ സിമ്പിൾ പരിപാടിയാണ്, നടുവുളുക്കത്തില്ല, വേറെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതാകുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് റിവ്യൂ പറഞ്ഞാൽ മാത്രം മതി. അതല്ലേ നല്ലത്. വെറുതെ അവിടെ കിടന്ന് മെഴുകാതെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. പുറത്ത് വന്ന് നിൽക്കുന്ന പുറത്ത് നമുക്ക് കണ്ടൊരാളെ അല്ല, അകത്ത് ചെന്നപ്പം എന്താ പറയുന്നത്, പുറത്ത് ഒരു സിംഹം എന്നൊക്കെ പറയത്തില്ലേ, സിംഹം, അത് ആ ഒരു ലെവലായിരുന്നു പുള്ളിയെ കണ്ടപ്പോൾ. പുള്ളി വരുന്നെന്ന് പറഞ്ഞപ്പം ഒരുപാട് പ്രതീക്ഷിച്ച് ഇനി കളി മാറും, പുതിയൊരാൾ വരുന്നു, നല്ല എന്താ പറയുക കാര്യങ്ങൾ വ്യക്തതയുള്ളൊരു മനുഷ്യൻ വരുന്നുണ്ട്, അപ്പോൾ പുള്ളി വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ കളി കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച ബിഗ് ബോസ്. പക്ഷേ എന്താ പറയുക, ഫുൾ കോമഡി ആയിപ്പോയി. മറ്റേ മോദിജി അധികാരത്തിൽ വന്നപ്പം ഭയങ്കര ടെററാന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഫുൾ കോമഡി ആയി മാറിയില്ലേ, അതേപോലെ ആയിപ്പോയി പുള്ളിയുടെ അവസ്ഥ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെളിയിൽ വരിക, പൊളിക്കുക കേട്ടോ. റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്ത് ശരീരം ഇറങ്ങാതെ, അതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ.